ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു ഇഞ്ചിക്കറിയാണ്. അതിന് 100 ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ശർക്കരയുടെ പകുതി, ഒരു നെല്ലിക്ക പരുവത്തിൽ പുളി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇഞ്ചിയൊക്കെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ശർക്കര ചിരണ്ടിയിട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് കണ്ടില്ല, നല്ല കുറുകി നല്ല പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.